അഥാദിഷ്ടം വികർമ്മണ അജ്ഞാനനിവർത്തകത്വം കൽപ്യമിരിച്ചേത്ന ജ്ഞാനേന അജ്ഞാനനിവൃത്തോ ഗമ്യമാനായ അധിഷ്ഠനിവൃത്തി കൽപ്പന അനുപത്തേഹി. ഇവിടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് എന്താണ്? ജ്ഞാനമാണോ അതോ അതിന് അധിഷ്ഠം കൂടി വേണം എന്നാണ്. ഏതുപോലെ സ്വർഗം വേണമെങ്കിൽ ഇവിടെ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്തിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏത് കർമ്മമാണോ വിധിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ സ്വർഗമൊന്നും കിട്ടുന്നില്ല. എന്താണ് ഈ സ്വർഗം എന്നുള്ള കാര്യം പോലും വാസ്തവത്തിൽ മീമാംസകർക്ക് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, നമ്മൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇന്ന് പുരാണങ്ങളിൽ നിന്നും മറ്റുമാണ്. ഇതിഹാസ പുരാണങ്ങളിൽ മറ്റൊരു സ്വർഗത്തെക്കുറിച്ച് പറയും. അത് പരലോകമാണ്. സ്വർഗം മരണശേഷം ചെല്ലുന്നതാണ്. വൈദികന്മാരെ സംബന്ധിച്ച് എന്താണ് സ്വർഗം എന്നുള്ളതിൽ പലർക്കും പല അഭിപ്രായമാണ്. അത് പരലോകമാണോ, അങ്ങനെ മരണശേഷം പ്രാപിക്കുന്ന ഒരു പരലോകമാണോ, അല്ലെങ്കിൽ അത് ഒരു അവസ്ഥയാണോ, ജീവന്റെ ഒരു ലോകത്തിലേക്ക് കടന്നു ചെല്ലാതെ തന്നെ ജീവൻ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അവിടെ പ്രത്യേക ഒരു ലോകമൊന്നുമല്ല. ഇക്കാര്യത്തിലൊക്കെ ഈ മീമാംസകർക്ക് തന്നെ ഒരു തീർപ്പില്ല. അവർക്ക് ഒരു കാര്യം അവർ പറയുന്നുണ്ട്, അത് സുഖമാണ്. ചിലർ പറയും, ശ്രുതികരിച്ചെടുത്തൊക്കെ പറയും അതൊരു ലോകമാണ്, അവിടെ അപ്സരസ്സുകളുള്ള ലോകമാണ്, അവിടെ ഒരുപാട് ഭോഗ്യവസ്തുക്കളൊക്കെ ഉണ്ടെന്ന് ഇവിടെയും വേറൊരുത്തർ പറയും അതൊക്കെ അർത്ഥവാദമാണ്. അത് സ്തുതിപരമായി പറഞ്ഞിരിക്കുന്നതാണ്, അല്ലാതെ അതൊരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണ്. ഏതവസ്ഥയായാലും ശരി, ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ പൂർത്തിയിൽ അയാൾക്കത് കിട്ടണം. കാരണം കർമ്മഫലം എന്നാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല. വാഴ നട്ടു കഴിഞ്ഞാൽ കൊല ഉണ്ടാകുന്ന പോലെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ സ്വർഗസുഖം ഉണ്ടാകുന്നില്ല. അപ്പോ ആ സുഖം ഉണ്ടാവണമെങ്കിൽ കാലതാമസമുണ്ട്. എന്തായാലും അത് മരണശേഷമേ ഉണ്ടാവും. ഇന്ന് ചെയ്യുന്ന കർമ്മത്തിന് മരണശേഷം ഫലം ഉണ്ടാകുന്നെങ്കിൽ ഈ കർമ്മവും ആ ഫലവുമായിട്ട് എന്താ ബന്ധം? ബന്ധം വേണമല്ലോ. കർമ്മവും ഫലമായിട്ട് ബന്ധം വേണം. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന അധിഷ്ഠം എന്ന് പറയുന്ന ഒരു സംസ്കാര വിശേഷം. ഇവിടെ കർമ്മം ചെയ്യുക, ആ കർമ്മം കൊണ്ടൊരു പ്രത്യേക സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം നശിക്കുന്നില്ല. ഉടനെ ഫലം കിട്ടിയില്ലെങ്കിലും ആ സംസ്കാരം കൊണ്ട് മരണശേഷം ജീവൻ ആ അവസ്ഥയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലെത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ സുഖമായിരിക്കും. അധിഷ്ഠത്തെ സ്വീകരിച്ചേ പറ്റൂ. ഇതുപോലെ ഈ സംസാര കാരണം അജ്ഞാനം എന്ന് പറയുന്നു. ഈ സംസാര കാരണം അജ്ഞാനം എന്ന് പറയുന്നത് മിക്കവാറും പേരത് അംഗീകരിക്കുന്നുണ്ട്. സാഖ്യന്മാരും താർക്കികന്മാരും അദ്വൈതികളും മറ്റുള്ളവരും എല്ലാം അത് സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്താ ഈ അജ്ഞാനം എന്ന് പറയുന്നത്? അവിടെയാണ് ആശയക്കുഴപ്പം. അജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ യോഗികൾ പറയും നിദ്ര സുഷുപ്തി എന്ന് പറയുന്ന ഒരു വൃത്തിയാണ്.
ഒരു മാനസിക വൃത്തിയാണ്. അതിന് അവിദ്യാവൃത്തി എന്ന് ചിലടത്ത് പറയും. രാഗവും ദ്വേഷവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മാനസിക വൃത്തിയാണ്, ഒരു മാനസിക പരിണാമമാണ് എന്ന് പറയുന്നു. അതുപോലെ ഈ അവിദ്യ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവായി. അതുകൊണ്ട് യോഗി പരിശ്രമിക്കുന്നത് എന്താണ്? നിദ്രാവൃത്തിയെ നിരോധിക്കണം. നമ്മൾ പറയും എന്താണ്? യോഗിക്ക് ഉറക്കമില്ല, ഉറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? അയാൾ നിദ്രാവൃത്തിയെ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് ഉറക്കമില്ല, അയാൾ ഉണർവിലാണ്. അതുപോലെ അവിദ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരു പദാർത്ഥമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം അറിവ് കൊണ്ട് ഒരു വസ്തു നശിക്കത്തില്ല. അറിവുകൊണ്ട് ഏതെങ്കിലും വസ്തു ഇല്ലാതാവും. എൻ്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകം ഞാൻ പറയുന്നു ഇത് മറ്റെന്തെങ്കിലുമാണെന്ന് ഞാൻ അറിയുന്നു. ഭ്രമാത്മകമായ അറിവായി, അതുകൊണ്ട് വസ്തു ഇല്ലാതാകും. ഇതൊരു വെളുത്ത തുണിയാണെന്ന് എനിക്ക് അറിവുണ്ടായി, പുസ്തകം ഇല്ലാതാകുന്നു. ഒരു വസ്തുവിനെ അതായിട്ട് അറിഞ്ഞാലോ മറ്റൊന്നായിട്ട് അറിഞ്ഞാലോ അറിവുകൊണ്ട് ഒരിക്കലും വസ്തു നശിക്കത്തില്ല. അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് അങ്ങനെ നശിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒന്ന് വേണം. അത് വെറും ജ്ഞാനത്തിന് പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ്? അധിഷ്ഠം കൂടി അവിടെ വേണം. അധിഷ്ഠം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകും? ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരഭ്യാസം ചെയ്യുക. ആ അഭ്യാസത്തിൽ നിന്നൊരു അധിഷ്ഠം ഉണ്ടാകും, ഒരു സംസ്കാരം. ആ സംസ്കാരം അത് സ്വയമായിട്ടോ അല്ലെങ്കിൽ ആ സംസ്കാരം ജ്ഞാനത്തെ ഉണ്ടാക്കിയിട്ടോ ഏതെങ്കിലും തരത്തിൽ എന്തായാലും അവിടെ സംസ്കാരം കൂടിയേ തീരും. അത് അജ്ഞാനത്തെ നശിപ്പിക്കും എന്നാണ്. അതാണ് സമാധി വേണം അജ്ഞാനത്തെ നശിപ്പിക്കാൻ എന്ന് പറയുന്നിടത്ത് ഇതാ പ്രശ്നം. കാരണം സമാധി എന്ന് പറയുന്ന അധിഷ്ഠം കൊണ്ടേ ഉണ്ടാവും. അഭ്യാസത്തിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? അത് അഭ്യാസം കൊണ്ട് സംസ്കാരം ഉണ്ടാവണം. സംസ്കാരം കൊണ്ട് ക്രമേണ മനസ്സ് അങ്ങനെ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കും. അതൊരു സംസ്കാരം കൊണ്ട് വരുന്നതാണ്. മനസ്സിന്റെ സംസ്കാരമാണത് സമാധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അഭ്യാസം എന്താ ചെയ്യുന്നത്? അഭ്യാസം മനസ്സിന് പരിവർത്തനം വരുത്തുകയാണ്. ബഹിർമുഖമായിരിക്കുന്ന മനസ്സിന് അന്തർമുഖമാകുന്നു. അതിന്റെ താമസ രാജസ പരിണാമങ്ങളെല്ലാം മാറ്റുന്നു. അതിനെ ഏകാഗ്രവും നിരുദ്ധവുമാക്കുന്നു. ഇങ്ങനെ മനസ്സിന് പരിണാമങ്ങൾ സംഭവിക്കുന്നു. ഈ മനസ്സിന്റെ പരിണാമമാണ് അധിഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സഹായത്തോടുകൂടി മനസ്സ് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതും ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു സമാധിയിൽ ചെന്നിട്ട് ആ സമാധിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി, ആ ജ്ഞാനമാണോ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്? അതോ അങ്ങനെ ചെന്ന് വരുന്ന ആ സമാധി അത് തന്നെയാണോ ജ്ഞാനം? ഇതിനൊന്നും സമാധി പക്ഷക്കാർക്ക് ഏകാഭിപ്രായമല്ല. ചിലർ പറയുന്നത് ഇങ്ങനെ അഭ്യസിച്ച് സമാധി എന്ന് പറയുന്ന ഒന്നും മനസ്സിനങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതെന്താ അവസ്ഥ? ആ അവസ്ഥ തന്നെ ജ്ഞാനം. ആ ജ്ഞാനം അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അവിടെ എന്തുകൊണ്ട് അധിഷ്ഠ സ്വീകരിക്കേണ്ടി വരുന്നു? ഒരാള് സമാധി പരിശീലിക്കാൻ തുടങ്ങുന്നു. അത് തുടങ്ങിയ ഉടനെ അയാൾക്ക് സമാധിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ മനസ്സ് സമാധി അവസ്ഥയെ പ്രാപിക്കുന്നില്ല. മനസ്സത് ദീർഘകാല നൈരന്തര്യ സത്കാര ആശ്രയവിധോ ദിഢഭൂമി.
എന്നാ പറയുന്നത്. നിരന്തരമായി ഇങ്ങനെ വളരെ കാലത്തെ പരിശ്രമം, ഈ വളരെ കാലത്തെ പരിശ്രമം മനസ്സിന് എന്ത് മാറ്റമോ വരുത്തുന്നത്, അതിനാണ് അധിഷ്ഠം എന്ന് പറയുന്നത്. അവിടെ ഒരു സംസ്കാര വിശേഷത്തെ ഉണ്ടാക്കുന്നു. ആണെങ്കിൽ പിന്നെ പരിശ്രമത്തിന്റെ ആവശ്യം എന്താ? ശരി, ഞാനങ്ങോട്ട് സമാധിക്ക് ശ്രമിക്കുന്നു, ഉടൻ തന്നെ സമാധി. അത് സംഭവിക്കുന്നില്ലല്ലോ. ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതം എന്നാണ് പറയുന്നത്. അപ്പോ നിരന്തരമായ പരിശ്രമം കൊണ്ട് അതിന് വിശേഷ പരിണാമം സംഭവിക്കുന്നു, അധിഷ്ഠം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായി ഉണ്ടാകുന്ന ഒരു ബോധം, അതാകാം സമാധി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് സമാധി എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. സമാധി ജ്ഞാനമാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലെത്തി ആ ജ്ഞാനം അല്ലെങ്കിൽ ആ സമാധി അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ സമാധി നശിപ്പിക്കുന്ന അജ്ഞാനം എന്താ? കാരണം ഇത് മനസ്സാണ്, അധിഷ്ഠയുക്തമായ മനസ്സാണ്. മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. അത് നശിപ്പിക്കുന്ന അജ്ഞാനം, അതൊരു വസ്തുവായിരിക്കുന്നു. അഗ്നി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, ഒരു വസ്തുവിനെയും ഒരു അവസ്തുവിനെയും. രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അഗ്നി നശിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്താ? വിറക്, അതിനെ നശിപ്പിക്കുന്നില്ലേ. അത് നശിപ്പിക്കുന്ന അവസ്തു എന്താണ്? ഇരുള്, അതിനെ നശിപ്പിക്കുന്നു. ഇവിടെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്പരി എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന രാശിതാണ്. എങ്ങനെയാണോ അഗ്നി വിറകിനെ ഭസ്മമാക്കുന്നത്, അതുപോലെ ജ്ഞാനം അജ്ഞാനമാകുന്ന ഒരു വസ്തുവിനെ ഭസ്മമാക്കുന്നു. അങ്ങനെ അജ്ഞാനത്തെ ഒരു വസ്തുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സമാധിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അല്ലെങ്കിൽ സമാധി രൂപത്തിലുള്ള ജ്ഞാനം കൂടിയേ തീരൂ. അങ്ങനെ ഒരാൾ സങ്കല്പിച്ച് ദൃഢമായിരിക്കുകയാണ്, അങ്ങനെ നശിപ്പിക്കുന്നു. ശരി, അവിടെ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ നശിപ്പിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ സമാധി കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് വിറകിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന വിറകല്ല, ചാരമാണ്. സമാധിക്ക് ഒരു തകരാറുണ്ട്. എന്താണ്? വിധാനം. സമാധി പോയി കഴിഞ്ഞാൽ വീണ്ടും വിധാനത്തിലേക്ക് വരുന്നു, ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ ഈ വസ്തുവിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവിനെ നശിപ്പിച്ചു. പിന്നീട് എങ്ങനെയാണ് ഉണർന്നു വരുന്നവന് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്? പറയുന്നു സമാധിയിൽ നിന്ന് ഉണരുന്നവന് പിന്നെ പ്രപഞ്ചാനുഭവമേ ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ സമാധിയെക്കുറിച്ച് പറയാൻ പറ്റും? ശിഷ്യനെ ബോധിപ്പിക്കാൻ പറ്റും? താൻ വേണം, ശിഷ്യം വേണം, ഈ സംസാരമുണ്ട് വർണ്ണിക്കാൻ സംസാരം വേണം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലേ അവന് ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ പറ്റൂ ശിഷ്യന്. സമാധിയിൽ ഇത് ഭസ്മമായതുപോലെ അജ്ഞാനമാകുന്ന വസ്തു നശിച്ചെങ്കിൽ തീർച്ചയായും അജ്ഞാനകാര്യമായിരിക്കുന്ന പ്രപഞ്ചവും നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ഉണരുന്നവന് ഉണർവേ സംഭവിക്കത്തില്ല. ഉണരുന്നവനെങ്ങനെ ഇതൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ പറ്റും? അത് അസംഭവമായി തീരും. ഇനി സമാധിയിൽ പോയാൽ പിന്നെ ഉണരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരപാദം വരെ മരണം വരെ അയാൾ സമാധിയിലിരിക്കുകയാണെങ്കിൽ പിന്നെ സമാധിയെക്കുറിച്ച് ആരാ പറഞ്ഞത് ഈ ലോകത്തിനോട്? സമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കാ പറയാൻ പറ്റുന്നത്?
ആരും പറയാനും ശേഷിക്കത്തില്ല. കാരണം അയാൾ സമാധിയിൽ നിന്ന് വളർന്നില്ല. അയാൾ സമാധിയിലേക്ക് പോയി, അജ്ഞാനം നശിച്ചു, അതിന്റെ കാര്യങ്ങളും നശിച്ചു, അയാൾ മുക്തനായി. മുക്തിയെക്കുറിച്ച് പറയാനാണില്ല. ആരും അറിയത്തില്ല മുക്തിയെക്കുറിച്ച്. ആരും ഒരാൾ സമാധിസ്ഥനാണ്. മുക്തിയെക്കുറിച്ച് പറയുന്ന ഉപദേശം വരത്തില്ല, മുക്തിയെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ വരത്തില്ല. പിന്നെ ഗുരുവില്ല, അങ്ങനെ ഒരു ദോഷം വരും. ഗുരുവില്ല, ശാസ്ത്രവുമില്ല, ഉപദേശമില്ല, വിദ്യയുടെ പാരമ്പര്യമില്ല. എല്ലാം അതോടുകൂടി നശിച്ചു. കാരണം മുക്തനായി. അപ്പോൾ സമാധി ഒരു അജ്ഞാനത്തെ, വസ്തുവായ ഒരു അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമാധി വേണം. സമാധി കൂടിയേ തീരും. വന്നു കഴിഞ്ഞാൽ ഇത്തരം ദോഷങ്ങളെല്ലാം വരും. സമാധിയിൽ നിന്ന് ഉത്ഥാനം എങ്ങനെ സംഭവിക്കും? സമാധിയിൽ നിന്ന് ഉത്ഥാനം സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ സമാധി ആരുപദേശിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം. ഇവിടെ സമാധിയെ നിഷേധിക്കുകയല്ല, അധിഷ്ഠസഹിതമായ സമാധി, അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കുന്നതിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം വരും. സമാധി ആയിക്കോട്ടെ, സമാധി ഇപ്പോൾ യോഗി ചിത്തവൃത്തി നിരോധം ചെയ്താൽ സമാധി ഉണ്ടാകും, അത് വേറെ കാര്യം. ഇവിടെ പറയുന്നത് എന്താണ്? അധിഷ്ഠമപി കർമ്മണം. കർമ്മം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, അത് മനസ്സിൽ വയ്ക്കണം. എന്താണോ പ്രത്യ ആവർത്തി എന്ന് പറയുന്നതും കർമ്മമാണ്. കേവലം നിത്യകർമ്മങ്ങൾ മാത്രമല്ല. അങ്ങനെയുള്ള പ്രത്യാവൃത്തിയുടെ സംസ്കാരം കൊണ്ട് സമാധി ഉണ്ടായി അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു എന്നുള്ളത് സ്വീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജ്ഞാനമാണ് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നങ്ങളെല്ലാം തീരുമോ? തീരും. ഈ പറയുന്ന സമാധി ദോഷങ്ങളൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം നിവർത്തിപ്പിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്നത് എന്താ? അഗ്നി നശിപ്പിക്കുന്ന വിറകിനെ പോലെയല്ല, അഗ്നി നശിപ്പിക്കുന്ന ഇരുളിനെ പോലെയാണ്. അത് വസ്തുവാണ്, വസ്തുവല്ല. അവിടെ എരിച്ചു കളയാനൊന്നുമില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അതില്ല. അതെന്താ അതില്ലാതായത്? അത് പ്രകാശത്തിന്റെ ഇല്ലായ്മയായിരുന്നു. ആണ് പറയുന്നത്. എന്താണ്? യതി ജ്ഞാനാഭാവോ, ആ പക്ഷത്തെ എടുക്കുക, ജ്ഞാനാഭാവമായിട്ടെടുക്കുക ജ്ഞാനം. എന്നോട് അധിഷ്ഠത്തിന്റെ ആവശ്യം തോന്നുന്നു. വെളിച്ചത്തിന്, ഇരുളിനെ നശിപ്പിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവൃത്തിയുടെ ആവശ്യമില്ല. വെളിച്ചത്തെ കൊണ്ടൊരു അഭ്യാസത്തിന്റെ ആവശ്യമില്ല. കാരണം അവിടെ അങ്ങനെ ആവർത്തിച്ച് നശിപ്പിക്കാൻ ഒരു വസ്തുവില്ല. ഏത് നിമിഷം പ്രകാശം പ്രകടമാകുന്നു, ആ നിമിഷം അത് നശിപ്പിക്കേണ്ട അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അറിവില്ലായ്മ അവിടെ അപ്രത്യക്ഷമാകും. അവിടെ പ്രത്യാവർത്തി രൂപത്തിലുള്ള അഭ്യാസങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. എങ്ങനെ ആ ബോധം ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ബോധം തത്വശ്രവണത്തിലൂടെ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്? ശ്രോതാവിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതുവരെ അങ്ങനൊരു ബോധം ഇല്ലാതിരുന്നു. ബോധമുണ്ടായി, ആ ജ്ഞാനാഭാവം പോയി. പിന്നെന്താണ് അവിടെ ജ്ഞാനം? ബോധമില്ലായ്മ മാറി ബോധം. ഇവിടെ ഈ സമാധി ദോഷമില്ല. ഇവിടെ ഒരു അധിഷ്ഠത്തിന്റെ ആവശ്യമില്ല. ചോദിക്കും, പുണ്യം വേണ്ടേ? ഈശ്വരാനുഗ്രഹം വേണ്ടേ? ഇവിടെ പറയുന്നത് തത്വജ്ഞാനം എങ്ങനെ
അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അവിടെ എന്താണ് അജ്ഞാനം എന്നുള്ളതാണ്. ആ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്നല്ല പറയുന്നു, അതിന്റെ സഹകാരിയായിട്ട്. അയാൾ തത്വം ശ്രവിച്ചു, അയാൾക്ക് ബോധം ഉണ്ടായില്ലല്ലോ, ഉണ്ടാകാതിരിക്കാം. അതിന്റെ യോഗ്യതകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെ വേണോ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയും, ഇനിയും പറയും ആ വിഷയത്തെക്കുറിച്ച്. ഇവിടെ ആ തത്വബോധം പോലെ ചിന്തിക്കുക. ആ തത്വബോധം എന്തിനെ നശിപ്പിക്കുന്നു? അവിടെ തത്വബോധമല്ലാതെ മറ്റെന്തിൻ്റെങ്കിലും ആവശ്യമുണ്ട്? ഏതെങ്കിലും അദൃഷ്ടമോ പുണ്യമോ ഏതെങ്കിലും ആ അജ്ഞാന നാശത്തിന് ആവശ്യമുണ്ടോ? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഒന്നിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവല്ല, വസ്തുവാണ്. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു ബോധം ഉണ്ടായി. ഇതുവരെ വെളിച്ചം ഇല്ലാതിരുന്നു, അതുകൊണ്ട് ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയെ നമ്മൾ വിളിക്കുന്നു ഇരുള്. വെളിച്ചം വന്നു, ഇരുള് പോയി. എന്താ? ഉണ്ടായിരുന്ന വസ്തുവാണോ പോയത്? ഇരുളെന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇരുന്നു, വെളിച്ചം വന്നപ്പോൾ അങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണ്. വെളിച്ചത്തിന്റെ ഇല്ലായ്മ, അത് നമ്മൾ ഇരുളെന്ന് വിളിച്ചു. വെളിച്ചം വന്നപ്പോൾ പിന്നെ അങ്ങനെ വിളിക്കാനൊന്നുമില്ല, കാരണം വെളിച്ചത്തിന് വിരോധിയാണ്. അതുപോലെ അജ്ഞാന വിരോധിയാണ് ഈ ജ്ഞാനം. അവിടെ ഒരു തരത്തിലുള്ള അധിഷ്ഠമോ സംസ്കാരമോ മറ്റൊന്നും ജ്ഞാനത്തിന് സഹകാരിയായി വേണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, കർമ്മയോഗമോ മറ്റഭ്യാസങ്ങളോ എന്തൊക്കെ പറയുന്നു, അതെല്ലാം ഈ ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യത ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു. നനഞ്ഞ വിറക് കത്തത്തില്ലല്ലോ. അത് കത്തണമെങ്കിൽ അതിന് ഒരു യോഗ്യത വേണം. അവിടെ അഗ്നി ജ്വലിച്ചാൽ ഇരുള് പോയി. അതാ വസ്തു ആയതുകൊണ്ട് അതാണ് മുഖ്യമായ കാര്യം. അതൊരു വസ്തുവല്ല. അതൊരു വസ്തുവാണെങ്കിൽ ഈ പറയുന്നതൊക്കെ വേണ്ടി വരും, അധിഷ്ഠവും മറ്റും വേണ്ടി വരും. അതിനെ നശിപ്പിക്കാൻ വലിയ അഭ്യാസം വേണ്ടിവരും, വലിയ സമാധി പരിശീലിക്കേണ്ടി വരും. ഈ ജാഗ്രത വിട്ട് വേറെ ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അവിടെ ചെന്ന് ഒരു വലിയ അഭ്യാസത്തിലൂടെ ഒരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. എന്നിട്ട് അവിദ്യ എന്ന് പറയുന്ന ആ സാധനത്തിനെ മാറ്റിക്കളയേണ്ടി വരും. ഭാവനകളാണ് ഇതൊക്കെ, കേവല ഭാവനകൾ. അദ്വൈതത്തിൽ ഭാവനയൊന്നുമില്ല, നമ്മുടെ സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്. പറയും, ശരി, പറയുന്ന രീതിയിൽ ബോധമുണ്ടായി, ശ്രവണജന്യമായ ബോധമുണ്ടായി, അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകുക, അജ്ഞാനം നശിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഒന്നാണ്. അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ ശരി, ബോധം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒന്നാണ്. അഗ്നി ജ്വലിക്കുക, വിറക് നശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യം സംഭവിക്കുകയാണ്. അഗ്നി ജ്വലിക്കുന്നു, വിറകിനെ നശിപ്പിക്കുന്നു, വിറക് ചാരമായി മാറുന്നു. അതുപോലെ ഇവിടെ രണ്ട് കാര്യം സംഭവിക്കുന്നില്ല. മറിച്ചെന്താണ്? അഗ്നി ജ്വലിക്കുന്നു, ഇരുള് പോകുന്നു എന്ന് പറയുന്ന പോലെ ഒറ്റ കാര്യമാണ്. ഒരേ ഒരു കാര്യമേ സംഭവിക്കുന്നുള്ളൂ, തത്വബോധം ഉണ്ടാകുന്നു. ഈ തത്വബോധം ഉണ്ടായതിനു ശേഷം ശരി, അംഗീകരിക്കാം, ശ്രവണത്തിന് തത്വബോധം ഉണ്ടായി. ആ തത്വബോധത്തിന് ശേഷവും വീണ്ടും ഞാൻ ശ്രവിക്കുന്നു, മനന നിധ്യാസങ്ങളെല്ലാം ചെയ്യുന്നു. വീണ്ടും ജ്ഞാനത്തിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കേണ്ടി വരുന്നു.
വീണ്ടും എനിക്ക് ഞാൻ അജ്ഞനാണ് എന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഇത്രയും കാലവും ഞാൻ തത്വം ശ്രമിച്ചിട്ട് എനിക്ക് ബോധമുണ്ടായില്ല. അങ്ങനെ എനിക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ തത്വജ്ഞാനം എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുമോ? നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഇതുവരെ എന്താ ഞാൻ മുക്തനാകാത്തത്? ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള സംശയങ്ങളും അജ്ഞാനവും വിവരവും എല്ലാം വീണ്ടും തുടരുന്നുണ്ടല്ലോ. സമാധിയിലേക്ക് പോയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ തീരും. അതാണ് സമാധിയുടെ ഗുണമായി പറയുന്നത്. ഈ അജ്ഞാനാദി ഈ ദോഷങ്ങൾ ഇതെല്ലാം ഇവിടെ ജ്ഞാനത്തിന് ശേഷവും തത്വശ്രവണത്തിന് ജ്ഞാനം ഉണ്ടായതിനു ശേഷം ഇതെല്ലാം തുടരുന്നു. അതുകൊണ്ടാണ് അതിന് തെളിവാണല്ലോ വീണ്ടും ശ്രവണാദി അഭ്യാസം. സമാധി പോയാൽ ഈ ബുദ്ധിമുട്ടില്ല. അവിടെ പിന്നെ ഇതൊന്നുമില്ല. ശരി, സമാധി പോയാൽ ഇതൊന്നുമില്ല എന്ന് നമുക്ക് സമ്മതിക്കാം. ഈ പറയുന്ന അജ്ഞാനാദി ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ ഏതുവരെ എന്നാണ്? ഏതുവരെ ഈ ദോഷങ്ങളൊന്നുമില്ല? വ്യുത്ഥാനം വരെ എന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ സമാധിയിൽ നിന്ന് ഉണരുന്നത് വരെ. സമാധിയിൽ നിന്ന് ഉണരുന്നത് വരെ ഈ ദോഷങ്ങളൊന്നുമില്ല. സമാധിയിൽ നിന്ന് ഉണർന്നാലോ സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? പ്രപഞ്ചബോധമുണ്ട്, വ്യവഹാരമുണ്ട്, ഗുരുശിഷ്യബോധമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, സംസാരത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. അല്ലെങ്കിൽ വ്യവഹാരം നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വീണ്ടും വരുന്നു. സമാധിയിൽ എല്ലാം പോയി എന്ന് കരുതി സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ വീണ്ടും ഇതെല്ലാം വരുന്നു. അപ്പോൾ തത്വബോധം ഉണ്ടായതിനു ശേഷവും വീണ്ടും ഇതെല്ലാം തന്നെ അനുവർത്തിക്കുന്നു. സമാധിയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞവൻ അവൻ ജ്ഞാനിയാണ്. അവൻ്റെ അജ്ഞാനം നശിച്ചിരിക്കുന്നു. പൂർണ്ണമായും അജ്ഞാനം നശിച്ചു. അവൻ പിന്നെ അജ്ഞാനമല്ല, ഈ പ്രപഞ്ചബോധമുണ്ട്, ഈ വ്യവഹാരമുണ്ട്. കാരണം സമാധിയെക്കുറിച്ച് ഉപദേശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രപഞ്ചബോധവും വ്യവഹാരവും ഒക്കെ ഉണ്ടെങ്കിലും നശിച്ച ജ്ഞാനം വീണ്ടും വരുന്നില്ല. അത് പൂർണ്ണമായും നശിച്ചുപോയി. സമാധിയിൽ അത് പൂർണ്ണമായും നശിച്ചുപോയി. ശരി, സമ്മതിക്കാം. സമാധിയിൽ അജ്ഞാനം പൂർണ്ണമായും നശിച്ചുപോയി. സംസാരത്തിന് ബീജമായിരുന്ന അജ്ഞാനം നശിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യുത്ഥാനത്തിന് എന്താ കാരണം? ഉണരുന്നതിന് പ്രപഞ്ചബോധത്തിന് എന്താ കാരണം? ഒരജ്ഞന്റെ പ്രപഞ്ചബോധത്തിന് എന്താ കാരണമായിരിക്കുന്നത്? അവന്റെ അജ്ഞാനമാണ്. അത് പറയേണ്ടി വരും. സമാധിയിൽ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ അജ്ഞാനം നശിച്ച് പിന്നെ ഉണരുന്നു എന്ന് പറയും. അജ്ഞാനം പൂർണ്ണമായും നശിച്ചെങ്കിൽ ഈ ഉണർന്നവന്റെ വ്യുത്ഥാനത്തിന്റെ കാരണം എന്താണ്? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ വീണ്ടും അവിടെ അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും.
അത് അജ്ഞാനം ഇവിടെ നശിച്ചെങ്കിലും വിധാനത്തിന് കാരണമായ എന്തോ ഒന്നുണ്ടായിരുന്നു. അതെന്താ? എന്താ സാധനം? പ്രപഞ്ചാനുഭവത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? അപ്പോൾ എന്തോ ഒന്നുണ്ട്. പ്രപഞ്ചബോധത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനമാണെന്നാണ് പറയുന്നത്. നശിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഉത്ഥാനം സംഭവിക്കുകയാണെങ്കിൽ നശിക്കാതെ എന്തോ ശേഷിച്ചു. ശേഷിച്ചെങ്കിൽ വീണ്ടും അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും സമാധി, വീണ്ടും ഉണർവ്, വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി സമാധി. ശരി, എന്നാൽ ഉണരുന്നില്ലെങ്കിൽ പിന്നെ സമാധിയില്ല. സമാധിയിലേക്ക് പ്രവേശിച്ച് ഉണരുന്നേയില്ല. പിന്നെ എന്താ സമാധി? ആര് പറഞ്ഞു സമാധിയെക്കുറിച്ച്? തത്വബോധത്തിന് ശേഷവും സാധന അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ സമാധിയിൽ ഇതേ പ്രശ്നം തന്നെയാണ്. സമാധിക്ക് ശേഷവും ഉത്ഥാനം, വീണ്ടും നിരോധത്തിന് വേണ്ടിയുള്ള അഭ്യാസം, വീണ്ടും സമാധി പോവുക, വീണ്ടും വിധാനം. ഇതിനും അവസാനമില്ല. ശരീരപാദം വരെ ഇത് തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു. എന്നുവെച്ചാൽ വിധാനത്തിന് സമാധാനം സമാധിയുടെ പക്ഷത്തുമില്ല. പിന്നെ ഒരു സമാധാനം പറയുന്നതാണോ വിധാനം? അത് പ്രാരബ്ധം. അത് എല്ലാവർക്കും സമാനമാണ്. ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി, എല്ലാവർക്കും ഉണ്ട് പ്രാരബ്ധം. അതിന് സമാധി വേണമെന്നില്ല, ജ്ഞാനം വേണമെന്നില്ല. അതൊരു സമാധാനമല്ല. അപ്പോൾ കേവലമായ ജ്ഞാനമല്ല, അധിഷ്ഠസഹിതമായ ജ്ഞാനം. അത് കർമ്മത്തിന്റെ അധിഷ്ഠമായാലും ശരി, യോഗിയിലെ അഭ്യാസത്തിന്റെ ഫലമായ അധിഷ്ഠമായാലും ശരി, അതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും ഉള്ള ചോദ്യം ഒന്ന് തന്നെ. പിന്നീട് ഈ സമാധിയുടെ നാശം എന്തുകൊണ്ട് സംഭവിക്കുന്നു? സമാധി എന്തുകൊണ്ട് കൈവിട്ടു പോകുന്നു? വീണ്ടും എന്തുകൊണ്ട് സമാധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു? അവിടെ അജ്ഞാനം പൂർണ്ണമായും നശിച്ചില്ലേ? വീണ്ടും ശേഷിച്ചു. അതിന് യുക്തിയുക്തമായൊരു സമാധാനം നൽകാൻ സാധ്യമല്ലാകുന്നു. ഒന്നുകിൽ സമാധിയെ നിഷേധിക്കേണ്ടി വരും സമാധി പക്ഷക്കാർക്ക്. എന്തുകൊണ്ട്? സമാധിയിൽ നിന്ന് ധ്യാനം വരുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പം പിന്നെ സമാധിക്ക് പ്രമാണമില്ല. ഞാൻ ഇതുവരെ സമാഹിതനായിരുന്നു എന്ന് ഒരു ഗുരുവിന് ശിഷ്യനോട് പറയാൻ പറ്റത്തില്ല. കാരണം സമാധിയിൽ നിന്ന് അയാൾ ഉണരുന്നില്ല. ഉണർന്ന പ്രശ്നമായി. അല്ല, സമാധിയിൽ യാതൊന്നും ഉണ്ടായില്ല. യാതൊരു തരത്തിലുള്ള അദ്വൈതവും അജ്ഞാനവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമാധി എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റിയ ഒന്നല്ല, അവർണ്ണനീയമായ ഒന്നാണ്, അനുവചനീയമായ ഒന്നാണ്. ഒരു പ്രത്യേകമായൊരവസ്ഥ, ഒരു തരത്തിലും വ്യവഹാരയോഗ്യമായ ഒന്നല്ല. അതുകൊണ്ട് ഞങ്ങൾ സമാധിയെ വ്യവഹരിക്കുന്നില്ല, അവ്യവഹാര്യം എന്നാണ്. പിന്നെ ഉണർന്നു വരുമ്പോൾ ഉള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി. ജാഗ്രത്തിൽ എന്താണ് അജ്ഞാനം, ജാഗ്രത്തിൽ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ളൂ. കാരണം സമാധി അവ്യവഹാര്യമാണ്, അതിനെക്കുറിച്ച് ചോദിക്കരുത്. അത് കേവലമായ ഏകമായ അനുഭവമാണ്. ഉണർന്നതിന് ശേഷം നിങ്ങളെവിടെ? അത് ജാഗ്രത, സമാധിയിലല്ലല്ലോ. അല്ല, ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ സമാധാനമുണ്ട്, അല്ല സമാധിയെക്കുറിച്ച് ചോദ്യമില്ല, അവിടെ സമാധാനമില്ല. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമാധിയും സർവ്വജീവ സാധാരണമായിരിക്കുന്ന സുഷുപ്തിയും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അവ്യവഹാര്യമല്ലേ? രണ്ടിനും ചോദ്യമുണ്ടോ, ഉത്തരവുണ്ടോ? അപ്പോൾ ഉറങ്ങുന്നവൻ പറയണം നിങ്ങൾ പാടുപെട്ട് ഈ സമാധി നേടുന്നില്ലെന്നുള്ളത് എനിക്ക് സഹജമായി ഞാൻ ഉറങ്ങുന്നു. രണ്ടിടവും അവ്യവഹാര്യമാണ്, ചോദ്യമില്ല, ഉത്തരമില്ല. എന്തെങ്കിലും ചോദ്യം ഉത്തരം ഉണ്ടെങ്കിൽ ഈ ജാഗ്രതയിലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ സമാധാനം?
രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് തത്വജ്ഞാനം അധിഷ്ഠസഹിതമായി ഏതെങ്കിലും തരത്തിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല. കാരണം അജ്ഞാനം അങ്ങനെ ഒരു വസ്തുവല്ല. ഒരു വസ്തുവാണെങ്കിൽ ശരി, അതിനെ നശിപ്പിക്കുന്നതിന് അതിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി വരും. യോഗവും തത്വജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം അതാണ്. യോഗി സമാധി അംഗീകരിക്കുന്നുണ്ട്. യോഗിയെ സംബന്ധിച്ചിടത്തോളം അവിദ്യയും വൃത്തിയാണ്. അതിനെ നശിപ്പിക്കുന്നതിന് വേണം സമാധി. അപ്പോൾ വൃത്തിരൂപത്തിലുള്ള അവിദ്യയെ നശിപ്പിക്കുന്നതിന് വൃത്തിരൂപത്തിലുള്ള സമാധി ആവശ്യമാണ്. ചിത്തപരിണാമ രൂപത്തിലുള്ള സമാധി ആവശ്യമാണ്. ശരി, അതുകൊണ്ടെന്താ, ഇത് യോഗമായിക്കൊള്ളട്ടെ, അദ്വൈതമായിക്കൊള്ളട്ടെ, എന്ത് തത്വശാസ്ത്രമായിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ടത് മുക്തിയാണ്. അതിലേക്ക് വരിക, തത്വശാസ്ത്രത്തെ വിടുക. ശരി, മുക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുക്തി ഉണ്ടായാൽ വൃത്തിയെ നശിപ്പിച്ചിട്ടുണ്ടാകുന്ന ആ മുക്തി അത് സ്ഥായിയല്ല എന്നാണ് അദ്വൈതി പറയുന്നത്. അങ്ങനെ ഒരു മുക്തി ഉണ്ടാകാം, അത് താത്കാലികം. നിങ്ങൾ ആ സമാധി നിന്ന് ഉണരുന്നത് വരെ നിങ്ങൾ മുക്തനാണ്. ഉണ്ടെന്ന് കഴിഞ്ഞാൽ വീണ്ടും ബന്ധനത്തിന്. അങ്ങനെ ഉണരുന്നില്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സമാധി ഇല്ലെന്ന് പറയുന്നു. കാരണം വിധാനത്തിനുള്ള കാരണം അത് പറയുകയാണ്. അല്ല, അജ്ഞാനമൊക്കെ നശിച്ചു കഴിഞ്ഞു, എല്ലാം നശിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഉണരുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നു, ഇരുൾ നശിച്ചു. ഇരുൾ നശിച്ചതിന് ശേഷവും ആ ഇരുളിലെ ഭൂതം ഇതാ ഇവിടെ നിൽക്കുന്നു എന്ന് പറയും പോലെ, വെളിച്ചം വന്ന് ഇരുൾ നശിച്ചു, ഇരുൾ പോയി, പക്ഷെ ഇരുളിൽ കണ്ട ആ ഭൂതം മാത്രം പോയില്ല എന്ന് പറഞ്ഞെങ്ങനെ ശരിയാവും? അജ്ഞാനനാശത്തിന് ശേഷം കാരണം നശിച്ചുപോയില്ലേ, അത് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, അധിഷ്ഠം ഏതെങ്കിലും തരത്തിലുള്ള, അത് കർമാധിഷ്ഠമായാലും ശരി, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന അധിഷ്ഠമായാലും ശരി, മറ്റേതെങ്കിലും അഭ്യാസത്തിൽ നിന്നുണ്ടാകുന്ന അധിഷ്ഠമായാലും ശരി, അത് അധിഷ്ഠം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അധിഷ്ഠത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിട്ടോ, അധിഷ്ഠസഹിതമായ ജ്ഞാനം, അങ്ങനെ സമാധി എന്താണ്, ജ്ഞാനമാണോ അതോ അത് അധിഷ്ഠമാണോ അതോ സമാധിയുടെ കാര്യമാണോ ജ്ഞാനം? ഇതിനൊക്കെ ഉത്തരം പറയാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്, ഇതൊക്കെ നിഗൂഢമായ കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചോദിക്കരുത്. എന്നുവെച്ചാൽ സ്വന്തം ബുദ്ധിയെ പണയം വെച്ചിട്ട് ഇതിനിറങ്ങാവുന്നതാണ്. ചോദിച്ച ഉത്തരം പറയാൻ കഴിയത്തില്ല. അത് വിവേകികൾ സ്വീകരിക്കത്തില്ല, മൂഢന്മാരുടെ മാർഗമാണ്. ചോദ്യം ചോദിക്കാൻ പാടില്ല, ഉത്തരം പറയാൻ പാടില്ല, ഞാൻ പറയുന്നത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ മൂഢന്മാർക്കേ അത് പറ്റും, വിവേകിക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് ജീവന്റെ വിലക്ഷണതയാണ്. എന്താണ് വിവേകം? ജീവന് കിട്ടിയിട്ടുള്ളതാണ്, മനുഷ്യജീവന് കിട്ടിയിട്ടുള്ളതാണ്. അവന് വിവേകത്തെ പിന്തുടർന്നേ അവൻ എന്തായാലും സ്വീകരിക്കത്തുള്ളൂ. അപ്പോ വിവേകമില്ലാതെ ഒരു മാർഗത്തിനും അവൻ പരിശ്രമിക്കത്തില്ല, സമയം വേസ്റ്റാണ്. അതിനാരാ തയ്യാറാവുന്നു? ഇവിടെ പരിശ്രമിച്ച് പലതും നേടാമെന്നിരിക്കെ വിവേകമില്ലാതെ ഒരു കാര്യം നേടാൻ വേണ്ടി ആരാ പരിശ്രമിക്കുന്നു? അതുകൊണ്ട് ആ പക്ഷമൊന്നും ഇവിടെ സ്വീകാര്യമല്ല. അദ്വൈതി അതിന് പറയുന്ന പരിഹാരം എന്താണ്? തത്വജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവ രൂപത്തിലുള്ള അജ്ഞാനം.
അവിടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തു നശിക്കുക എന്നല്ല, ഞാൻ അഭാവത്തിന്റെ സ്ഥാനത്ത് ഞാൻ, അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ്. അങ്ങനെ ഒരു അറിവില്ലായ്മ അത് സ്വാനുഭവമാണ്. എങ്ങനെ അനുഭവത്തിൽ വരുന്ന അജ്ഞോഹം, ഞാൻ അറിവില്ലാത്തവനാണെന്ന് എല്ലാവർക്കും അനുഭവമുണ്ട്. അതിന്റെ സ്ഥാനത്ത് ഞാൻ അറിയുന്നു എന്നുള്ള അനുഭവമുണ്ട്. ഇത് രണ്ടും സ്വാനുഭവ സിദ്ധമായ കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ ജാഗ്രത ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഇതറിയാവുന്നുള്ള കാര്യമാണ്. പിന്നെ ആ അറിവ്, പിന്നെ അത് വീണ്ടും ശ്രവണ മനനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടതൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളത് ഇവിടെ ഇപ്പം നമ്മളത് ചർച്ച ചെയ്ത് അധിഷ്ഠം ആണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ആ സംസ്കാരത്തോടുകൂടി ജ്ഞാനമാണ്. ജ്ഞാനത്തോടൊപ്പം അങ്ങനെ ഒരു സാധനം കൂടെ വേണം, അതാണ് അജ്ഞാനത്തെ നശിക്കുന്നതെന്ന് പറയുമ്പം അജ്ഞാനത്തെ അവിദ്യ ഒരു വസ്തുവായി സ്വീകരിക്കേണ്ടി വരും. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ജ്ഞാനേന അജ്ഞാനം നിവൃത്തോ ഗമ്യമാനായ, ഇവിടെ പറയുന്നു ജ്ഞാനം കൊണ്ടാണ് അജ്ഞാനം നിവൃത്തി. അത് അനുഭവപ്പെടുന്ന കാര്യമാണ്. അതിന് ആത്മാവ് വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ദൈനംദിനമായ നമ്മുടെ ഏതൊരു അനുഭവത്തെ എടുത്താലും ശരി, ഒരു അറിവുണ്ടാകുന്നു, അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നശിക്കുന്നു. ഇവിടെ അറിവ് തന്നെ സംബന്ധിച്ചാകുന്നു എന്നേ ഉള്ളൂ. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അറിവ് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭാഷ്യത്തിൽ തന്നെ. സാധക സ്വരൂപ അമ്പിതരേക, അത് സാധക സ്വരൂപമാണ്. സാധക സ്വരൂപത്തെക്കുറിച്ച്, എനിക്ക് ശ്രോതാവിന്റെ സ്വരൂപത്തെ സംബന്ധിച്ച കാര്യം, തന്നെ സംബന്ധിച്ച കാര്യമാണ്. തന്റെ സ്വരൂപമാണ് മുക്തി എന്ന് ബോധിപ്പിക്കുകയാണ്. ആ ബോധം അത് കേവലം ജ്ഞാപകമാണ്, കാരകമല്ല. പലതരത്തിൽ പറയും. മറിച്ച് അധിഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരകമാകും. അതൊന്നും ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരകം എന്ന് വെച്ചാൽ അത് ചെയ്യുകയാണ്. അധിഷ്ഠം ഉണ്ടാക്കുന്നതിന് പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നം ഉണ്ടാകുന്ന അതും ഒരു കാരകമായി, ഒരു കർത്താവായി അത് പ്രവർത്തിച്ചിട്ട് അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവിനെ ഇല്ലാതാക്കും. ഇതങ്ങനെയല്ല, കേവലം ജ്ഞാപകമാണ്. അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കാനില്ല, മറിച്ച് അത് തന്നെക്കുറിച്ചുള്ള ഒരു കേവലമായ ബോധം മാത്രം. അതുകൊണ്ട് തന്നെ ജ്ഞാപകം എന്ന് പറയുന്നു. അവിടെ ഈ പറയുന്ന ദോഷങ്ങളൊന്നുമില്ല. അതല്ല. പക്ഷെ അങ്ങനെ ഒരു അജ്ഞാന നിവൃത്തിക്ക് ശേഷവും പ്രപഞ്ചബോധവും വിപര്യങ്ങളും സംശയങ്ങളും എല്ലാം അതിവിടെ അംഗീകരിക്കുന്നു. അജ്ഞാനത്തിന് അങ്ങനെയുള്ള ഭാവങ്ങളുമുണ്ട്. അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ പ്രയാസമില്ല. അതും അനുഭവസിദ്ധമാണല്ലോ. സംശയം എന്റെ മനസ്സിലുണ്ട്, വിപര്യം എന്റെ മനസ്സിലുണ്ട്. ഇതിനെ അജ്ഞാനമെന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം തുടരുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവർത്തിച്ചപ്പോ എന്താ ഈ സംശയവും വിപര്യവും നിവർത്തിക്കാത്തത്? ഇത് രണ്ടും വീണ്ടും ശേഷിക്കുന്നുണ്ടല്ലോ. എന്തിന്? അജ്ഞാനവും ശേഷിക്കുന്നു. ശരി, തത്വത്തെ ശ്രമിച്ചു, മനസ്സിലായി ഇതാണ്. അതിനെ കുറച്ച് കഴിഞ്ഞ് പറയുന്നു, ഞാൻ ആ തത്വത്തെ വിസ്മരിച്ചിട്ട് വീണ്ടും പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകി. വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്തവനായി എന്നല്ല എൻ്റെ അർത്ഥം. വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം ഇതാണ്. അങ്ങനെ ഒരു അറിവില്ലാത്തവനായി വീണ്ടും ഞാൻ
പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷവും ഞാൻ സംശയിക്കുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷവും എനിക്ക് ശരീരബുദ്ധി വരുന്നു. ഇത് സംഭവിക്കാം. പക്ഷെ അവിടെയെല്ലാം ഒരു കാര്യം അംഗീകരിക്കുന്നു. എന്താണ്? ഞാനിതിനെ ബോധിച്ചതിന് ശേഷം, തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ പറയാൻ പറ്റുമോ തത്വത്തെ ഗ്രഹിക്കാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നല്ല പറയുന്നു. തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷം അതിനുശേഷം വീണ്ടും ഇതെല്ലാം ആവർത്തിക്കാം. അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് തത്വഗ്രഹണത്തിന് ശേഷവും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്നാണ് അനുഭവമെങ്കിൽ അതിന് പരിഹാരമാണ് പറഞ്ഞത് ശ്രവണാദികൾ. അത് തുടരുക. അവിടെ ഇത് അനുവർത്തിക്കുന്നുകൊണ്ട് ആ തത്വബോധത്തെ നിരാകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. ബോധം ഉണ്ടായില്ല എന്നല്ല പറയുന്നു. ബോധത്തിന് ശേഷം, അതാണ് പ്രാധാന്യം. ബോധത്തിന് ശേഷം ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അറിവില്ലായ്മ നശിച്ചുപോയല്ലോ. വീണ്ടും അത് വരുന്നു. വീണ്ടും ശ്രവണ മനനങ്ങൾ ഇത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ശരി, വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നു. ഏതുവരെ? ശ്രവണ മനനാദികൾ ഏതുവരെ ആവർത്തിക്കണം? വിപര്യം, സംശയം, ഇത് രണ്ടും നിശേഷം മാറുന്നത് വരെ ആണ് സമാധാനം. ദൃഢബോധം വരെ.